ചോരക്കളമായി മാറുന്ന കേരളം. നമസ്കാരം, ഞാൻ മല്ലു വേൾഡ് മലയാളി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ നിന്നും വെളിയിൽ വരുന്ന വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? കൊള്ള, കൊല, കൊലപാതകം, പിടിച്ചുപറി, മോഷണം, അതേപോലെ തന്നെ ഗുണ്ടാ വിളയാട്ടം. സാധാരണക്കാരെങ്ങനെ അവിടെ ജീവിക്കും? കഴിഞ്ഞ 2 ദിവസം മാത്രം പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഇത് 2 ദിവസത്തെ വാർത്തകളിൽ കുറച്ച് മാത്രം വയ്ക്കുന്നതായി ഇഷ്ടംപോലെ വാർത്തകൾ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുമുണ്ടാവും. ഇത് 2-3 ഒന്ന് കണ്ടു നോക്ക്. കൊല്ലത്ത് ഭാര്യയെ ശല്യപ്പെടുത്തിയ യുവാവിനെ വിളിച്ചു വരുത്തി മർദ്ദിച്ച് കൊന്നുകളഞ്ഞു. കൊട്ടിയം നടുവിലക്കര സ്വദേശി ദിലീപാണ് കൊല്ലപ്പെട്ടത്. വിലവൂർ ഇലക്ട്രിക്കൽ ജോലി ചെയ്തിരുന്ന അനൂപ് ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് തൂക്കുപാലം ടൗണിലെത്തുന്നത്. റോഡരികിൽ കാത്തുനിന്ന അനൂപ് സുഹൃത്തുക്കളുമായി എത്തി രതീഷിന്റെ ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി. പിന്നീടുണ്ടായ വാക്കുതർക്കത്തിനിടയിൽ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് അനൂപ് രതീഷിനെ ആക്രമിച്ചു. സുഹൃത്തുക്കൾ രതീഷിനെ രക്ഷിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അവർക്ക് നേരെയും അനൂപ് കത്തിവീശി. അങ്കമാലി മഞ്ഞപ്രയിൽ മധ്യവയസ്കനെ വെടിവെച്ച് കൊലപ്പെടുത്തി. മഞ്ഞപ്ര സ്വദേശി ജോസ് ആണ് കൊല്ലപ്പെട്ടത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് വ്യക്തമാക്കി. കൊച്ചി കളമശ്ശേരിയിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് പെൺകുട്ടിയെ ആക്രമിച്ച് മൊബൈൽ ഫോണും സ്വർണവും കവർന്ന കേസിലെ പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയെന്ന വാർത്ത വരുന്നു. രാവിലെ ചായ കിട്ടിയില്ലെന്ന കാരണം പറഞ്ഞു മരുമകളെ ഭർത്തൃമാതാവ് വെട്ടിക്കൊലപ്പെടുത്തി. മലപ്പുറം പൂക്കോട്ടുപാടം കുറ്റമ്പാറയിലാണ് നാടുനടുക്കിയ കൊലപാതകമുണ്ടായത്. കണ്ടാൽ ആനന്ദിക്കുന്നവനെന്നാണ് ഗുണ്ടാ നേതാവ് ആലുവ അതുലിനെ കൂട്ടുകാർ വിളിക്കുന്നത്. അന്നു തന്നെ അതുലിനെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു. അതിനായി പണപ്പിരിവ് നടത്തി. പിന്നീടായിരുന്നു കരുനാഗപ്പള്ളിയെ നടുക്കിയ അതുൽ വധം. കൂട്ടുകാരൊക്കെ രക്തം കണ്ട് ആനന്ദിക്കുന്നുവെന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നു. 30ാമത്തെ വയസ്സിൽ പടമായിട്ട് ചുമരെ കയറി. അതും നടു റോഡിൽ പട്ടിയെ വെട്ടിക്കൊല്ലുന്ന പോലെ കൊന്നു കളഞ്ഞു. വാളെടുക്കുന്നവൻ്റെ അവസ്ഥ വാളാൽ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ കേരളം ഇതെങ്ങോട്ടാണ് പോകുന്നത്? കേരളത്തിൻ്റെ അവസ്ഥ എന്താ? നടു റോഡിൽ നടക്കുന്ന കൊലപാതകങ്ങൾ. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറച്ച് സമാധാനമുള്ള സ്ഥലമായിരുന്നു കേരളം. ഇതേപോലെ ഒരുപാട് വിഷയങ്ങൾ ഇല്ലാതിരുന്ന സ്ഥലമായിരുന്നു കേരളം. ആ കേരളമാണ് ഇന്ന് ഈ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്. നിരന്തരമായിട്ട് നടക്കുന്ന കൊലപാതകങ്ങൾ, പിടിച്ചുപറി, മോഷണം, ദിവസേന പെരുകി വരുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം, 12 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള കുറ്റവാളികളുടെ വർധനവ്, അതേപോലെ തന്നെ യുവാക്കളായിട്ടുള്ള 18-നും 30 വയസ്സിനും ഇടയിലുള്ള കുറ്റവാളികളുടെ വൻ വർധനവ്, ക്രിമിനൽ കേസുകളിലും മോഷണത്തിലും ലഹരി കേസുകളിലും ഉൾപ്പെടുന്ന ഒരുപറ്റം പോലീസുകാർ, പെൺകുട്ടികളിലും സ്ത്രീകളിലും വർദ്ധിച്ചു വരുന്ന കുറ്റവാളികളുടെ എണ്ണം. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ആലുവ അതുൽ എന്ന ക്രിമിനലിൻ്റെ കാര്യം തന്നെ കണ്ടില്ലേ? ഒരാളെ പുല്ലുപോലെ അവൻ്റെ അമ്മയുടെ ഫ്രണ്ടിലിട്ട് വെട്ടിക്കൊന്നിട്ട് ആ കൊല്ലപ്പെട്ടവനൊരു കൊലപാതകി തന്നെയാണെന്ന് പറയുന്നു. അതെന്താണെന്ന് അറിയില്ല. എന്താണ് എങ്കിലും അങ്ങനെ കൊന്നിട്ട് 1 വർഷത്തിനുള്ളിൽ പുല്ലുപോലെ വെളിയിലിറങ്ങി നടക്കുന്ന കണ്ടില്ലേ? ഇത് തന്നെയാണ് ഇവിടെയുള്ള ഓരോ പ്രതികളുടെയും ധൈര്യം. ആരെ കൊന്നാലും 1 വർഷത്തിനുള്ളിൽ വെളി വന്ന് ഇതേപോലെ നടക്കാന്നുള്ള ധൈര്യം. കാപ്പ കേസിൽ ഉൾപ്പെട്ടാലും 20-ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയായാലും ഇത്രയ്ക്കിത്രേ വരുവുള്ളൂ എന്നുള്ള ധൈര്യം. കേസ് നടത്തി ശിക്ഷ വിധിക്കാൻ കാലതാമസം ഉണ്ടാകും. അതുവരെ പുറത്ത് വിരിഞ്ഞു നടക്കാന്നുള്ള ആത്മവിശ്വാസം. ഇവിടെ മാറേണ്ടത് നിയമങ്ങളാണ്. ഇങ്ങനെയുള്ള കേസുകളിൽ എത്രയും പെട്ടെന്ന് വിചാരണകൾ പൂർത്തിയാകണം. പരമാവധി ശിക്ഷകൾ തന്നെ കൊടുക്കണം. തൂക്കുകയറാണ് കൊടുക്കേണ്ടതെങ്കിൽ തൂക്കുകയർ തന്നെ കൊടുക്കണം. ഇനി മനഃപൂർവ്വം ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾക്ക് ചെയ്യുന്നവന്മാർക്ക് ജീവപര്യന്തമാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഒരു 12 വർഷം കഴിയുമ്പോൾ പുറത്തിറങ്ങി വരുന്ന രീതിയിലാകരുത്. അതിനുള്ളിൽ ഒരു 1500 പരോൾ കിട്ടുന്ന രീതിയിലാകരുത്. ആവശ്യമായ സുഖ സൗകര്യങ്ങളൊന്നും കിട്ടുന്ന രീതിയിലാകരുത്. ജീവിതകാലം മുഴുവൻ തടവിലിടണമെങ്കിൽ അങ്ങനെ ഇടണം. ഇത്രയും നികുതി അടയ്ക്കുന്ന ഞങ്ങൾക്ക് ഈ കണ്ട ക്രിമിനൽസിനെയൊക്കെ അകത്തിടാനായിട്ട് ഒരു 1-2 രൂപ കൂടുതൽ അടയ്ക്കേണ്ടി വന്നാൽ അതിനും ബുദ്ധിമുട്ടില്ലെന്നേ. സമാധാനമായിട്ട് ജീവിക്കാമല്ലോ. ഈ തെണ്ടികളുടെ ഒന്നും പേടിച്ച് ജീവിക്കേണ്ട കാര്യമില്ലല്ലോ.